അതിനിപ്പോൾ സമൂഹത്തിലെ എത്ര വലിയ ഉന്നതനായിക്കോട്ടെ, ഈ പറയുന്ന വ്യക്തി ബോച്ചയായിട്ട് തോന്നിയിട്ടില്ല, ബോറൻ അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളൂ. അശ്ലീല പദപ്രയോഗങ്ങൾ കൊണ്ടുള്ള മറുപടിയും കൊണ്ട് വെടിവെപ്പ് വളരെ ചെറുപ്പം മുതൽ എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഇൻ്റർവ്യൂവിനെ മൊത്തത്തിൽ ഒരു ഓളമുണ്ടാക്കി. നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ ഒത്തു കാണിക്കാൻ പറയരുത്. ഹണി റോസ് ആരോപിക്കുന്ന ആ വ്യവസായി ബോച്ചയായിട്ട് തോന്നിയിട്ടില്ല, ബോറൻ. നമസ്കാരം, അൻസു ടോക്കീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കൊപ്പം ഹണി റോസ് ചേരുകയാണ്. റിലീഫാണ് മനസ്സിന് തോന്നുന്നത്. കാരണം നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഭരണകൂടമുണ്ട്, അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് തെളിയിച്ച ഒരു നിമിഷമാണ്. എനിക്ക് അത്രയും സന്തോഷം നൽകുന്നു. കാരണം ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ അടുത്തും സംസാരിക്കാൻ ഒരു അവസരം ഞാൻ ചോദിച്ചിരുന്നു. അത് എനിക്ക് ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് എന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം കൃത്യമായി വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിരുന്നു. ഞാൻ അധികം വളച്ചുകെട്ടാതെ തന്നെ കാര്യം പറയാം. ഹണി റോസിൻ്റെ വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഹണി റോസ് എന്ന് പറഞ്ഞിട്ട് ഒരു തരംഗം ഇവിടെ കേരളത്തിലാകെ ഓടി നടക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ എനിക്ക് ഹണി റോസ് എന്ന് പറയുന്ന ആക്ട്രസിൻ്റെ അവരുടെ ബിസിനസ് പരമായിട്ടുള്ള അവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ അവർ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കാര്യത്തിലേക്കല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അത് പക്ഷേ അത്തരം കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മറ്റുള്ളവർ അതിനെ അശ്ലീല പദപ്രയോഗങ്ങൾക്കും അശ്ലീലമായിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗമുള്ള മറ്റ് പദപ്രയോഗങ്ങളിലേക്കും കടന്നു കയറി അവരെ ആക്രമിക്കുന്നത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം ഇതേപ്പറ്റി എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അത് മറ്റൊന്നുമല്ല, മൊത്തത്തിൽ സ്ത്രീകളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് കേട്ടോ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ശരീരത്തിലെ പല അവയവങ്ങളും ഓരോ മനുഷ്യനും അവർക്ക് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അവരുടെ ശരീരഘടന, അവരുടെ സംസാര രീതി, ശരീരഭാഷ, ശരീരചലനങ്ങൾ എല്ലാം. പക്ഷേ അതിനെയൊക്കെ വേറെ ദുർവ്യാഖ്യാനം ചെയ്ത് മറ്റു പലരുമായും അതിനെ വളരെ ദ്വയാർത്ഥത്തിൽ ഉള്ള ചില പദപ്രയോഗങ്ങൾ കൊണ്ട് അവരെ അപമാനിക്കുക എന്ന് പറയുമ്പോൾ അതിനെ ഒട്ടും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതിനിപ്പോൾ സമൂഹത്തിലെ എത്ര വലിയ ഉന്നതനായിക്കോട്ടെ, ഈ പറയുന്ന വ്യക്തി അയാൾ എന്ത് കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ത്രീയെ ഇങ്ങനെ നിരന്തരം വേട്ടയാടി അവരെ അപമാനിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള യൂട്യൂബ് ചാനലുകളിലെ പല ഇൻ്റർവ്യൂകളും ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, പലപ്പോഴും അശ്ലീല ചുവയുള്ള ചോദ്യങ്ങളും അതിന് അശ്ലീല പദപ്രയോഗങ്ങൾ കൊണ്ടുള്ള മറുപടിയും കൊണ്ട് ഇൻ്റർവ്യൂവിനെ മൊത്തത്തിൽ ഒരു ഓളമുണ്ടാക്കി അതിൻ്റെ വ്യൂവർഷിപ്പ് കൂട്ടുക എന്നൊരു രീതിയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്തു പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാൻ യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇത് എത്ര പേര് കാണും എന്നെനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. എങ്കിലും എൻ്റെ വാക്കുകൾ കുറച്ചെങ്കിലും മറ്റൊരാൾക്ക് അത് കേട്ട് അതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കാൻ ഒരു കാരണമാകുമെങ്കിൽ അതിന് ഞാൻ അങ്ങേയറ്റം പരിശ്രമിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിൽ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇതിനുള്ളിൽ നമുക്കൊരു കാര്യം മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹണി റോസ് ആരോപിക്കുന്ന ആ വ്യവസായി, അദ്ദേഹത്തിൻ്റെ കുറേ ഇൻ്റർവ്യൂസ് ഞാനും കണ്ടു. ഈ കണ്ടതിലൊക്കെയും തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നതും എതിർഭാഗത്തൊരു സ്ത്രീ ആയിരിക്കും, ഒരു പെൺകുട്ടിയായിരിക്കും. പക്ഷേ ഈ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന ഈ വ്യവസായിയുടെ മുഖത്ത് വരാത്ത, അയാളുടെ നാവിൽ നിന്ന് വരാത്ത അശ്ലീല പ്രയോഗങ്ങൾ, അയാൾ വിട്ടുപോകുന്ന പലതും പ്രയോഗിച്ച് അയാളെ അതിനെ പ്രേരിപ്പിക്കുന്നത് ആരാണ്? ഈ വനിത തന്നെയാണ്. ഈ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്ന പെൺകുട്ടിയാണ് പലപ്പോഴും ഇയാളെ പ്രലോഭിപ്പിക്കുന്നത്. ഈ അടുത്തിടെ ഏറ്റവും അവസാനമായി ഞാൻ കണ്ട ഒരു ഇൻ്റർവ്യൂവിലും ഇത്തരത്തിലൊരു പദപ്രയോഗമുണ്ട്. നിങ്ങളതൊന്നും മനസ്സിലാക്കണം. ഇവിടെ കുറ്റക്കാരൻ പുരുഷൻ മാത്രമല്ല, സ്ത്രീയും യഥാർത്ഥ കുറ്റം ചെയ്യാൻ പുരുഷനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്.
അതില്ലാന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ മാന്യമായി വസ്ത്രം ധരിച്ച് തന്നെയായിരിക്കും ഒരുപക്ഷെ വേദിയിൽ വരുന്നതെങ്കിലും അവരുടെ ശരീര വടിവ് പലപ്പോഴും പല രീതിയിലും അത് കളിയാക്കലിന് പാത്രമായി പോയിട്ടുണ്ടാവാം. പക്ഷേ അത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ അവർക്കും സാധിക്കുമായിരുന്നു. എങ്കിൽ അവർ ഇത്തരത്തിലൊരു കളിയാക്കലിന് വിധേയമാകില്ലായിരുന്നു. പക്ഷേ അവർ അത് വെച്ച് മാർക്കറ്റിംഗ് ചെയ്യാനാണ് പലപ്പോഴും അവരും ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ പൂർണ്ണമായും ഒരു ഭാഗത്ത് മാത്രമല്ല, അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. ആ തെറ്റ് കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഒരു സ്ത്രീ അവരുടെ ശരീര സൗന്ദര്യം പരമാവധി ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവരെ ഞാൻ പൂർണ്ണമായും തെറ്റ് പറയുന്നില്ല. അത് അവരുടെ സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആയിരിക്കാം, അത് അവരുടെ ബിസിനസ് ആയിരിക്കാം. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. ഇത്തരത്തിൽ അസ്വസ്ഥതയുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അവർക്കത് ഒഴിവാക്കാമായിരുന്നു. ശരിയല്ലേ? നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു കാഴ്ചക്കാരന് ഇക്കിളി ഉണ്ടാകുന്ന ഒരു കാര്യത്തെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ട് പിന്നീട് അതിൻ്റെ പേരിൽ വിലപിക്കുന്ന ഒരു രീതി അത് ശരിക്കും ശരിയായ ഒരു രീതിയായിട്ടും തോന്നുന്നില്ല. എങ്കിലും ഞാൻ മറ്റൊരു കാര്യം പറയുന്നു. ഹണി റോസ് ഈ തുടങ്ങി വച്ചിരിക്കുന്ന യുദ്ധം വളരെ നല്ലതാണ്. കാരണം ഞാൻ ഒരു കാരണവശാലും ഈ ഒരു കാര്യത്തിൽ ഹണി റോസിനെ വിമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഈ കുപ്രസിദ്ധി ആർജിച്ച വ്യവസായി എന്ന് തന്നെ അദ്ദേഹത്തെ ഞാൻ കുപ്രസിദ്ധി എന്ന് പറയാൻ കാരണം പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു കാര്യം ഞാൻ പറയുന്നത്, അയാളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് അയാൾ ഈ കോപ്രായമെല്ലാം കാണിച്ചു കൂട്ടുന്നത്. അയാൾ 10 വൃത്തികേടുകൾ ചെയ്യും, 11ാമത് ഒരു ചാരിറ്റി ചെയ്യും, 12ാമത്തെ അതിലും തലകീഴായിട്ട് മറ്റെന്തെങ്കിലും ഒരു തരികിട കാണിക്കും. ഇത് അയാളുടെ സ്ഥിരം പരിപാടിയാണ്. എൻ്റെ വീടിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറി അതായത് ഒരു 2-3 വർഷം മുമ്പ് ഒരു ദുരന്തം സംഭവിച്ചിരുന്നു. ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ആ നാട് സന്ദർശിക്കുകയും ആ കുടുംബത്തെ സന്ദർശിക്കുകയും അവർക്ക് ചില വാഗ്ദാനങ്ങൾ കൊടുക്കുകയും പിന്നീട് അതിൽ നിന്നും പിന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തു. അത് ശരിക്കും പറഞ്ഞാലും അത് നാടകമായിരുന്നു എന്നുള്ളതും അത് എന്തിനു വേണ്ടിയിട്ടുള്ള നാടകമായിരുന്നു എന്നുള്ളതും അയാളുടെ ആയിടെ ഉദ്ഘാടനം ചെയ്യാനിരുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടി നടത്തിയ ഒരു പ്രഹസനമായിരുന്നു അതെന്നുള്ളതും ഞാൻ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സുഹൃത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഇടയായി. ഇത് സത്യമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഹണി റോസിനെ പോലും യഥാർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അയാൾ ചെയ്തത് അയാളുടെ ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അതിലുപരി മറ്റൊന്നുമല്ല. ഏത് രീതിയിലെങ്കിലും ഒരു സ്ത്രീയെ അപമാനിക്കുക അല്ലെങ്കിൽ അശ്ലീല പദപ്രയോഗം കൊണ്ട് അവരെ കുഴപ്പത്തിൽ ചാടിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റാണ്. അത് ആര് ചെയ്താലും. നമുക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് ചില സിനിമാ നടന്മാരും ഈ വ്യവസായിയും ഒക്കെ ഇത്തരത്തിൽ സ്ത്രീകളെ കളിയാക്കിക്കൊണ്ടുള്ള പല വീഡിയോകളും ചെയ്ത് കാഴ്ചക്കാരെ സമ്പാദിക്കുന്ന കാര്യത്തിൽ മത്സരമാണ്. പക്ഷേ ഈ മത്സരം ഒരിക്കലും ഒരു നല്ലതിനല്ല. കാരണം മലയാള സിനിമയിലെന്നല്ല ഒരു രംഗത്തും ഒരിക്കലും ഈ രീതിയിൽ ഒരു മത്സരം നടത്തി അല്ല ഇന്ന് വരെ ആരും പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ നേടിയിട്ടുള്ളത്. അവരൊക്കെ അധ്വാനിച്ച് തൻ്റെ കഴിവിനെ പരമാവധി വളർത്തിയെടുത്ത് കൊണ്ടുവന്ന് അവർ ഒരു തലത്തിൽ എത്തിയ ശേഷമാണ് അവരിന്ന് ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നത്. അല്ലാതെ ഈ രീതിയിലുള്ള കോപ്രായം കാണിച്ചിട്ടോ ആഭാസത്തരം പറഞ്ഞിട്ടോ അല്ല. പെട്ടെന്ന് പ്രശസ്തനാവാനാണെങ്കിൽ നിങ്ങളായിക്കൊള്ളൂ. പക്ഷേ അതിന് സ്ത്രീകളെ കരുവാക്കിയിട്ട് വേണ്ട. അത് നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളോട് മാത്രം കാണിച്ചാൽ മതി. നാട്ടിലിറങ്ങി മറ്റുള്ള സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറാൻ നിങ്ങളെപ്പോഴെങ്കിലും തുനിഞ്ഞാൽ, പക്ഷേ കയ്യൂക്കുള്ള ആമ്പിള്ളേർ ചിലപ്പോൾ നിങ്ങളെ കൈവച്ചെന്നിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളത് കിട്ടേണ്ട സ്ഥലത്ത് വെച്ച് കിട്ടേണ്ടപ്പോൾ വാങ്ങാൻ നിർബന്ധിതരാവുകയും ചെയ്യും. അതുകൊണ്ട് വെച്ച് നിർത്തിക്കോ. ഓക്കെ, ടാറ്റ.